ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഡോക്ടർ ബി സന്ദീപ് കരുനാഗപ്പള്ളിയെ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പാകെ പ്രസന്റ് ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. EPPF-ന്റെ വളരെ അടുത്ത മിത്രമാണ്, EPPF-ലെ സജീവ അംഗമാണ്. പ്രിയപ്പെട്ട സന്ദീപ് ഡോക്ടറും കുടുംബവും കർത്താവിന് വേണ്ടി അധികമായിട്ട് പ്രയോജനപ്പെടുന്നു. ഒപ്പം ഒരു സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ കരുനാഗപ്പള്ളിയിലെ താൻ പ്രൊഫഷണൽ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ദൈവരാജ്യ ശുശ്രൂഷയിൽ ആഴമുള്ള ആത്മീയ ചിന്തകൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതായ ക്രിസ്തീയ ദൗത്യവും താൻ ഏറ്റെടുത്തിട്ടുണ്ട്. കർത്താവ് തുറന്നുള്ളതായ സമയം 9 മണി വരെയുള്ള സമയം ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കാം. പ്രിയപ്പെട്ട ഡോക്ടറെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു. ഒത്തിരി സന്തോഷം. വളരെ നാളുകൾക്ക് ശേഷം പ്രിയപ്പെട്ട EPPF അംഗങ്ങളോടൊത്ത് ഈ ഒരു രാത്രി സമയം ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ ഒരുമിച്ചായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് ഒരു വാക്കുകൂടെ വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് വചനം ജഡമായി തീർന്ന യേശുവിലേക്ക് ഹൃദയ കണ്ണുകൾ ഉയർത്തി നമുക്ക് കണ്ണുകൾ അടച്ച് കർത്താവിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവെ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതേ കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല. ഞങ്ങള് കർത്താവെ എത്ര അരിഷ്ട പാപികളാണ്. അവിടുന്ന് കർത്താവെ ഞങ്ങളോട് മനസ്സിലിവ് തോന്നിയല്ലോ, ഞങ്ങളെ തേടി വന്നുവല്ലോ, ഞങ്ങളെ വീണ്ടെടുത്തുവല്ലോ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകിയല്ലോ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറച്ചുവല്ലോ, അവിടുത്തെ നീതി അംഗീകാരം ഞങ്ങളെ പുതച്ചുവല്ലോ. കർത്താവെ നന്ദി, കർത്താവെ നന്ദി. കർത്താവ് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്ന ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് അവിടുത്തെ മുമ്പാകെ താഴ്ത്തുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണം. ഒരു നിർമ്മല മനസ്സാക്ഷിയോടെ കർത്താവെ അവിടുത്തെ മുമ്പാകെ ആയിരിക്കാനും, കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ നിറഞ്ഞ് കർത്താവെ അവിടുത്തെ മുഖപ്രകാശത്തെ കാണുവാനും, കർത്താവെ ആ മുഖപ്രകാശത്തിലെ കർത്താവെ അവിടുത്തെ വചനത്തിലെ അത്ഭുത സത്യങ്ങളെ കാണുവാൻ, അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ അകക്കണ്ണുകളെ തുറക്കണമെന്ന് അവിടുത്തെ സഹായിച്ചാട്ടെ. എല്ലാത്തിലും അവിടുത്തെ പുതുനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാം കർത്താവിന്റെ വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലെ 28-ാമത്തെ വാക്യത്തിലേക്ക് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ എന്റെ ഹൃദയത്തെ വളരെ സന്തോഷിപ്പിച്ച, ഉത്സാഹിപ്പിച്ച ഒരു ചെറിയ വചനം ഇവിടെ ഞാനായിരിക്കുന്ന സ്ഥലം സഭയിലെ കായംകുളത്ത് ആലപ്പുഴയിലൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കർത്താവ് എനിക്ക് ഉത്സാഹിപ്പിച്ച ചില കാര്യങ്ങളൊക്കെ അവരോടൊക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇന്നലെ കുര്യൻ സാറ് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഈ ഒരു കാര്യം കർത്താവ് നമ്മളെ അവിടുത്തെ സാന്നിധ്യത്താൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. അവിടെ നമ്മളെ വായിക്കുന്നത്, നീ ജീവവാക്യങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്നുള്ളൊരു കാര്യമാണ്. ഇതിന്റെ സന്ദർഭവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ പത്രോസ് ആണ് പറയുന്നത്. പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്ത് നാളിലെ ആദ്യമായിട്ടുള്ള സുവിശേഷ പ്രസംഗം. ആദ്യമായിട്ട് ഇന്ന് നമ്മുടെ എത്രയോ സുവിശേഷ പ്രസംഗങ്ങൾ നടക്കുന്നു. എന്ന ആദ്യമായിട്ട് കർത്താവിന്റെ നിർമ്മല സുവിശേഷ പ്രസംഗം പെന്തക്കോസ്ത് നാളില്. ശരിയാണ്, കർത്താവും ശിഷ്യന്മാരും ഒക്കെ കർത്താവ് വരുന്നതിന് മുമ്പ് തന്നെ യോഹന്നാൻ സ്നാപകൻ ദൈവരാജ്യത്തെക്കുറിച്ച് സുവിശേഷവൽക്കരിച്ചു. കർത്താവ് തന്നെ ആ സുവിശേഷം പറയാൻ തുടങ്ങി. ശിഷ്യന്മാരും ഒരളവില് അവരെ ഈ രണ്ടായിട്ടും ഒക്കെ കർത്താവ് പലതവണയായിട്ട് അയക്കുകയും അങ്ങനെ അവര് കർത്താവിന്റെ രാജ്യത്തെക്കുറിച്ച് ഘോഷിച്ചു. കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. യെരുശലേമിലെ പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കാൻ പറഞ്ഞു. അവരെ എത്ര നാൾ കാത്തിരിക്കണം എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. എന്നാൽ അവര് ആ പരിശുദ്ധാത്മാവിന് വാഗ്ദത്തം കിട്ടുവോളം അവര് ഉറക്കത്തോടെ, ബോധത്തോടെ, ഒരു മനസ്സോടെ കർത്താവിനായിട്ട് കാത്തിരുന്നു. അങ്ങനെ ആ 10-ാം നാളില് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് ശേഷമുള്ള 10-ാം നാളില് അത് പെസഹയിൽ നിന്ന് 50-ാം നാളിലായതുകൊണ്ട് 50-ാം നാൾ പെന്തക്കോസ്ത്, പെസഹ നാളിലാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. 50-ാമത്തെ ദിവസം പെന്തിക്കോസ്റ്റ് എന്നുള്ള ആ ഒരു വാക്കിന്റെ അർത്ഥം തന്നെ 50-ാമത്തെ ദിവസം. ആ 50-ാമത്തെ നാളില് പെന്തക്കോസ്ത് നാളില് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേലെ ശക്തിയോടെ വരുമ്പോൾ അവിടെ ആ വലിയ സന്തോഷം അവരുടെ ഹൃദയങ്ങളിലെ പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക്, ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നു. അതുവരെയും പഴയ നിയമത്തിലൊക്കെ അവരുടെ ദാവീദിന്റെ മേലും സിംസോന്റെ മേലും ഒക്കെ പരിശുദ്ധാത്മാവ് വായിക്കുന്നത്. പരിശുദ്ധാത്മാവ് പക്ഷേ ഇവിടെ ആദ്യമായിട്ട് മനുഷ്യഹൃദയങ്ങളിലേക്ക് യേശു ഒരു മനുഷ്യനായിട്ട് വന്നപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ ഉരുവായി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി ജീവിച്ചു. കർത്താവ് മനുഷ്യനായിട്ട് വന്നപ്പോൾ കർത്താവിന്റെ ജീവിതത്തിൽ ഉടനീളം പരിശുദ്ധാത്മാവ് അളവില്ലാതെ നിറഞ്ഞ് കവിയുന്നുണ്ടായിരുന്നു. എന്നാൽ ബാക്കിയുള്ള മനുഷ്യരെ സംബന്ധിച്ചോളം ആ അതിപരിശുദ്ധ സ്ഥലമായ ആത്മാവിലേക്കുള്ള തിരശ്ശീല ചീന്തപ്പെടുന്ന കർത്താവിന്റെ ക്രൂശ് മരണത്തെങ്കിലാണ്. മത്തായി 27:51 നമ്മളത് കാണുന്നുണ്ട്. ആ ദേവാലയത്തിലെ തിരശ്ശീല, അതിപരിശുദ്ധ സ്ഥലത്തിലേക്കുള്ള പ്രവേശനം
ആത്മാവിന്റെ തലത്തിലേക്ക് നമുക്ക് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം, വേറൊരുത്തർ പറഞ്ഞ ദൈവത്തിന് നമ്മളുടെ ആത്മാവിലേക്കുള്ള പ്രവേശനം കർത്താവിന്റെ ക്രൂശുമരണം മൂലം അസാധ്യമാവുന്നത്. അപ്പൊ അതിനുശേഷം പരിശുദ്ധാത്മാവ് അവരുടെ ആത്മാവിലേക്ക്, അവരുടെ മേല്, അവരുടെ ദേഹിയിലും ദേഹത്തിലും ഒക്കെ കർത്താവിന്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ ഇതാ മനുഷ്യന്റെ ഉള്ളത്തിൽ നിന്ന്, അവന്റെ ഇനമോസ് ബീയിങ്, അവന്റെ ആത്മാവിൽ നിന്ന്, അവന്റെ ഉള്ളത്തിൽ നിന്ന്, എന്നെ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും, അതുവരെ ആത്മാവിനെ അവണ്ണം നൽകപ്പെട്ടിരുന്നില്ല എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ യോഹന്നാൻ 7:37, 38, 39 വാക്യങ്ങളിൽ വായിക്കുമ്പം അതുവരെ നൽകപ്പെടാത്ത രീതിയിലുള്ള തരത്തില് പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞപ്പോ അവിടെ വലിയൊരു സന്തോഷത്തിന്റെ കാര്യമാണ് പത്രോസ് പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പം അത് പലരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ മത പാരമ്പര്യത്തിൽ അങ്ങ് ജനിച്ചു, അതുകൊണ്ട് അങ്ങ് ജീവിച്ചു പോകുന്നു. പിന്നെ സംബന്ധിച്ചിടത്തോളം അവര് കർത്താവിനെ രക്ഷിതാവായിട്ട് കണ്ടു, കർത്താവ് തന്റെ പാപത്തിനായിട്ടാണ് മരിച്ചതെന്നും വേറെ ലോകത്തിന്റെ പാപങ്ങൾക്കായിട്ട് പൊതുവായിട്ട് മരിച്ചു എന്നുള്ളൊരു പൊതുവായൊരു സത്യത്തിലുപരി പേഴ്സണലായിട്ട് യേശു കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞ് തങ്ങളുടെ ജീവിതം യേശുവിനായിട്ട് സമർപ്പിച്ച് കർത്താവിനെ അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. അന്ന് ആ ഒരു വലിയ ആദ്യ സ്നേഹവും വലിയൊരു ആദ്യ സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകുന്തോറും കാര്യങ്ങളൊക്കെ ഒരു ചടങ്ങ് പോലെ, ഒരു റിച്വൽ മാതിരിയൊക്കെ പല മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, പല കാര്യങ്ങൾ വായിക്കുന്നു, പല കാര്യങ്ങൾ കേൾക്കുന്നു. നമ്മള് അപ്പോസ്തലപ്രവൃത്തി 2:28 വായിക്കുകയായിരുന്നു. അവിടെ പത്രോസ് പറയുന്ന ദൈവം നമ്മളെ സന്തോഷപൂർണ്ണരാക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അപ്പം ക്രിസ്തീയ ജീവിതം സന്തോഷപൂർണമായ ഒരു ജീവിതം, അങ്ങനെയാണ് ദൈവം നമ്മളെക്കുറിച്ച് യഥാർത്ഥത്തിൽ വിഭാവനം ചെയ്ത ഒരു ജീവിതം എന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. അതായത് ക്രിസ്തീയ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നവര് അങ്ങനെ അതൊരു പള്ളി, കുർബാന, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുമായിട്ട് അവരങ്ങ് പോകുന്നു. എന്നാ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഭൂരിപക്ഷം പേരും ആ ഒരു വീണ്ടും ജനനത്തിന് അനുഭവം ഉള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ കർത്താവിനെ രക്ഷിതാവായിട്ട് കണ്ടു, കർത്താവിനെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി മരിക്കും എന്തൊക്കെ വേണം കർത്താവ് സ്നേഹിച്ചു, എന്റെ ശിക്ഷയെല്ലാം കർത്താവ് പോക്കി, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിച്ചു എന്നുള്ള വലിയൊരു സന്തോഷം, രക്ഷയുടെ സന്തോഷം നമ്മളുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ തുടക്കത്തില് ദൈവം തരുന്നു. എന്നാൽ പിന്നീട് കാലങ്ങളങ്ങ് കഴിയുമ്പോ ഇതും ഒരു പാരമ്പര്യമായിട്ട്, ഇതും ഒരു ചടങ്ങാചാരം, അല്ലെങ്കിൽ ചടങ്ങാചാരം എന്നൊക്കെ തമിഴിലെ സഹോദരങ്ങൾ പറയും, നമ്മൾ മലയാളത്തിലെ ചടങ്ങായിട്ട്, റിച്വലായിട്ട് അങ്ങനെ പോകുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മളെല്ലാവരും അങ്ങനെല്ലാം ആരും അതിൽ ഇമ്മ്യൂണല്ല. അതുപോലെ അധപ്പതിച്ച് പോകാവുന്ന ഒരു നന്മയില്ലാത്തൊരു ജഡമാണ് നമുക്കുള്ളത്. പല കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ അങ്ങ് പോകുന്നു. എന്നാ യഥാർത്ഥത്തില് ക്രിസ്തീയതയുടെ പുതിയ ഉടമ്പടിയുടെ തുടക്കം നമ്മൾ ചിന്തിച്ചതുപോലെ പെന്തക്കോസ്ത് നാളിൽ പുതിയ ഉടമ്പടിയുടെ തുടക്കം കർത്താവ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. അതുവരെ ഒരു പഴയ നിയമം, പഴയ ഉടമ്പടിയായിരുന്നു, ഓൾഡ് കവനന്റ്, ഓൾഡ് ടെസ്റ്റമെന്റ് ആയിരുന്നു. എന്നാൽ പുതിയൊരു ഉടമ്പടി കർത്താവ് തുടങ്ങിയപ്പോൾ അതിന് ഇനാഗ്രേഷൻ, ഉദ്ഘാടന ചടങ്ങ് അവിടെ പെന്തക്കോസ്ത് നാളില് ഇന്ന് ആൾക്കാരൊക്കെ തിരി കൊളുത്തി ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ തീ ഇറങ്ങി ഇവിടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്. അപ്പൊ ഉദ്ഘാടക പ്രസംഗകൻ പത്രോസിന് വലിയ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും പറയാനില്ല, വലിയ തിയോളജിക്കൽ ഡിഗ്രീസ് അങ്ങനെ എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. എന്നാൽ പത്രോസ് അവിടെ നമ്മൾ വായിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില് പത്രോസ് എങ്ങനെ പത്രോസിനാണ് ആ സ്വർഗരാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ താക്കോലൊക്കെ കർത്താവ് കൊടുത്തതെന്നുള്ള കാര്യമൊക്കെ നമ്മള് മത്തായി 16-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം പത്രോസ് 3 തവണ തള്ളി പറഞ്ഞു കർത്താവ് അവനെ റെസ്റ്റോർ ചെയ്യുന്നു. പത്രോസ് അതീവ ദുഃഖത്തോടെ കരയുന്നു. കർത്താവ് അവനെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുകയും ഏതൊരു തീക്കനലിന്റെ മുമ്പിൽ അവൻ 3 തവണ തള്ളി പറഞ്ഞു, അതേ ഒരു തീക്കനലിന്റെ മുമ്പില് 3 തവണ കർത്താവിനെ ഏറ്റുപറയാനായിട്ട് കർത്താവ് അവന് അവസരം നൽകി. ഞങ്ങളെ ഇവിടെ ഞങ്ങളുടെ കോട്ടേജ് മീറ്റിംഗ്സിൽ യോഹന്നാന്റെ സുവിശേഷം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം യോഹന്നാൻ 18-ാം അധ്യായത്തിൽ ഞാൻ ഈ ഒരു പത്രോസാണ് ഈ പറയുന്നത്. അപ്പൊ ഈ പത്രോസിനെ കുറിച്ച് ഒരു പാരന്തസിസ് ആയിട്ട് ഒരു ചെറിയ കാര്യം ദൈവം ഒത്തിരി ഉത്സാഹിപ്പിച്ച ഒരു കാര്യം. അവിടെ യോഹന്നാൻ 18-ാം അധ്യായത്തില് അവിടെ നമ്മള് 18 എന്ന് ഓർക്കാനുള്ള 18 പ്രായപൂർത്തിയാകുന്ന പ്രായം 18. അപ്പൊ യോഹന്നാൻ 18-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, 18-ന്റെ 18 20 എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ യോഹന്നാൻ 10-ന്റെ 10 നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ, ഞാൻ കള്ളൻ അറുപ്പാനും ഉടുപ്പാനും മോഷ്ടിക്കുവാനും വരുന്നു, ഞാനോ സമൃദ്ധമായ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാനും വന്നിരിക്കുന്നു. 10-ന്റെ 10. ഇവിടെ 18-ന്റെ 18
അന്ന് കുളിരായതുകൊണ്ട് ദാസന്മാരും സേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസ് അവരോട് കൂടി തീ കാഞ്ഞുകൊണ്ട് നിന്നു. പത്രോസ് ഒരു തീക്കനല്, അത് പത്രോസ് ആയിരിക്കേണ്ട ഒരു സ്ഥലമല്ല. പത്രോസ് അവിടാണ് കർത്താവിനെ 3 തവണ തള്ളിപ്പറയുന്നു എന്ന് പറയുന്നത് അതൊരു ചില്ലറ പാപമൊന്നുമല്ല. കർത്താവ് തന്നെ മത്തായി 10-ാം അധ്യായത്തില് റിപ്പീറ്റഡ് ആയിട്ട് സുവിശേഷത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മളത് വായിക്കുന്നുണ്ട്. മത്തായി 10:32-33 വായിക്കുവാണെങ്കിൽ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവരെയും സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മത്തായി 10:33, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവരെയും എന്റെ പിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും. കർത്താവ് പിതാവിന് മുമ്പാകെ നമ്മളെ തള്ളിപ്പറയാൻ തക്കവണ്ണമുള്ള വളരെ കഠിനമായ ഒരു പാപമാണ് കർത്താവിനെ മനുഷ്യരുടെ മുമ്പാകെ നമ്മൾ തള്ളിപ്പറയുന്ന ഒരവസ്ഥ. അപ്പൊ അത്ര വലിയൊരു ഘോരമായ ഒരു പാപമൊക്കെ ചെയ്യാൻ ഇടയായ ഒരു സാഹചര്യം, അവിടെ അവന് വേണ്ടാത്ത ഒരു കൂട്ടുകെട്ടിന്റെ കൂടെ പോയി നിന്നു. പാപികളുടെ വഴിയില് നടക്കാതെയും, നമ്മളതല്ലേ 1-ാം സങ്കീർത്തനത്തിൽ അതാ നമ്മൾ വായിക്കുന്നത്. 1-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നത് എന്താ? എങ്ങോട്ട് പോകരുതെന്നാ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസങ്ങളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ എന്നാ വായിക്കുന്നത്. അപ്പം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നു, വേണ്ടാത്ത വഴിയിലേക്ക് ആദ്യം നടക്കുന്നു. പിന്നെ നടക്കുമ്പം തോന്നുന്നു ഒന്ന് നിന്ന് കളയാം, കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ആദ്യം പത്രോസ് മഹാപുരോഹിതന്റെ മുറ്റത്തേക്ക്, മഹാപുരോഹിതന്റെ കോർട്ട്യാർഡിലേക്ക്, നടുമുറ്റത്തേക്ക് പത്രോസ് അതിലേക്കൂടെയൊക്കെ ഒന്ന് നടന്നു. അപ്പോ ആൾക്കാരൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. കൊള്ളാവില്ല, ഇവര് തീയൊക്കെ കാഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ, അപ്പൊ ഒന്ന് നിൽക്കാന്ന് തോന്നി. അവിടെ നിൽക്കുന്നതാണ് നമ്മളിപ്പം യോഹന്നാൻ 18:18 നമുക്കൊരു അവിടെ നമുക്ക് വിരലുണ്ട്. യോഹന്നാൻ 18:18 തീ കാഞ്ഞുകൊണ്ട് നിന്നു. അപ്പൊ ആദ്യം ഒന്ന് നടന്നു നോക്കി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൊള്ളാം, ഇവരെ പറയുന്നതൊക്കെ എന്തൊക്കെയോ ഒന്ന് കേൾക്കാമല്ലോ. വേണ്ടാത്ത ലോകപ്രകാരമുള്ള പല എന്തെങ്കിലും ഗോസിപ്പുകളോ പരദൂഷണങ്ങളോ, ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ തന്നെ പല വേണ്ടാത്ത തരത്തിലുള്ള പല ഓഫീസിലോ, അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിൽ പോകുന്നു, അല്ലെങ്കിൽ വേറെ നമ്മളൊരിടത്ത് ഹോസ്പിറ്റലിലോ ബാങ്കിലോ ഒക്കെ കാത്തു നിൽക്കുന്നു. അപ്പൊ അവിടെ ടിവിയിലൊക്കെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ ശ്രദ്ധിക്കൂ, അഡ്വർടൈസ്മെന്റ് നമ്മുടെ മനസ്സിനെ മലീമസമാക്കുന്ന ചില കാര്യങ്ങള്, അതുപോലൊക്കെയുള്ള, അല്ലെങ്കിൽ നമ്മൾ തന്നെ വേണ്ടാത്ത തരത്തിലുള്ള ചില ചാറ്റിങ്, ചീറ്റിങ്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കൊക്കെ വീണു പോകുന്ന ചില സാഹചര്യങ്ങള്. അപ്പൊ അങ്ങനെ വേണ്ടാത്തടുത്ത് ആദ്യം ഒന്ന് നടക്കുന്നു, പിന്നെ നിൽക്കുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇരിക്കുന്നു. നമ്മള് യോഹന്നാനില് ഇരിക്കുന്നതായിട്ട്, യോഹന്നാൻ സുവിശേഷത്തിൽ ഇരിക്കുന്നതായിട്ട് വായിക്കുന്നില്ല. പക്ഷെ നമ്മൾ ലൂക്കോസ് 22 പോകുമ്പോൾ അവിടെ തീ കാഞ്ഞുകൊണ്ട് ഇരുന്നു, ഹി വാസ് സിറ്റിംഗ് ഡൗൺ എന്നാണ് വായിക്കുന്നത്. ഇപ്പം ഈ 1-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, ആദ്യം നടക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിൽക്കാൻ തോന്നും, പിന്നെ അവിടെ ഇരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കിടക്കുമായിരിക്കും. കിടക്കുന്ന കാര്യം അവിടെ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടില്ല. എന്തായാലും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും, പിന്നെ ന്യായപ്രമാണത്തില് സന്തോഷിച്ച് ധ്യാനിക്കുന്ന, രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്നൊക്കെയാ അവിടെ 1-ാം സങ്കീർത്തനത്തിൽ 1-2 വാക്യങ്ങൾ പറയുന്നത്. എന്നാൽ നമ്മുടെ പത്രോസ് അച്ചായൻ എന്താ ചെയ്തേ? അദ്ദേഹം അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ കേട്ട് ഇരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഈ കനലിന്റെ കാര്യമാണ്. കനൽ എന്നുള്ള ആ വാക്ക്, കനൽ കൂട്ടി, അവിടെ ഒരു കനല്, അവിടെ ലോകക്കാര് കൂട്ടിയ ഒരു കനലുണ്ടായിരുന്നു. ആ കനലിന്റെ മുമ്പിൽ വെച്ചാണ് പത്രോസ് 3 തവണ കർത്താവിനെ തള്ളി പറയുന്ന കാര്യം നമ്മൾ വായിക്കുന്നത്. ആ കനൽ എന്നുള്ള വാക്ക് അന്ത്രാക്കിയ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം. അത് നമ്മുടെ ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതിയിരിക്കുന്നത്. അന്ത്രാക്കിയ എന്ന് പറഞ്ഞ ആ ഗ്രീക്ക് പദം 2 ഇടങ്ങളിലെ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഒന്ന് ഈ യോഹന്നാൻ 18:18 ആ അന്ത്രാക്കിയ അല്ലെങ്കിൽ ബേണിംഗ്, അന്ത്രാക്സ് എന്ന് പറഞ്ഞാൽ ബേണിംഗ് കോൾ, കൽക്കരി, എരിയുന്ന കൽക്കരിക്ക് അന്ത്രാക്സ് എന്ന് പറയുന്നത്. അത് ആ അന്ത്രാക്സ് എന്നുള്ള ആ പദം റോമർ 12:20 ശത്രുക്കളുടെ തലമേല് തീക്കനല് കുന്നിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ റോമർ 12:20 വായിക്കുന്നുണ്ട്. എന്നാൽ അന്ത്രാക്കിയ എന്ന് പറഞ്ഞാൽ ചാർക്കോൾ ഫയർ എന്നാണ് ഇംഗ്ലീഷ് NASBയിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ ഇവിടെ കനൽ കൂട്ടി നമ്മൾ വായിക്കുന്നു. ഈ ചാർക്കോൾ ഫയർ നമ്മൾ പിന്നെ എപ്പോഴാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് കൂട്ടി ഒരു ചാർക്കോൾ ഫയർ കാണുന്നുണ്ട്. അതെവിടാ? 3 അധ്യായങ്ങൾ മറിക്കുമ്പോൾ യോഹന്നാൻ 21-ാം അധ്യായത്തിൽ, ഞാൻ പറഞ്ഞു വരുന്നത് പത്രോസ് ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷപൂർണ്ണതയെ കുറിച്ച് പറയുന്ന പത്രോസിന്റെ ദുഃഖത്തിന്റെ ചില ഏടുകൾ ഒന്ന് മറച്ചു നോക്കുമായിരുന്നു. അപ്പൊ ആ പത്രോസ് തള്ളിപ്പറഞ്ഞപ്പോൾ പത്രോസിന് ഓർമ്മയുണ്ട്, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്താ, പിതാവിന്റെ മുമ്പാകെ, മനുഷ്യരുടെ മുമ്പാകെ നിങ്ങൾ തള്ളിപ്പറഞ്ഞ പിതാവിന്റെ മുമ്പാകെ തള്ളിപ്പറഞ്ഞു. അപ്പം കർത്താവിനെ നോക്കിയൊക്കെ അവനൊന്ന് കരയുകയൊക്കെ ചെയ്തു. നമ്മൾ ലൂക്കോസ് 22:60 മുതൽ 62 വാക്യങ്ങളെ യേശു പത്രോസിനെ തിരിഞ്ഞു നോക്കി
പത്രോസ് അത് കാണണമെങ്കിൽ പത്രോസും കർത്താവിനെ തിരിഞ്ഞു നോക്കി പത്രോസ് അത് ദുഃഖത്തോടെ കരഞ്ഞതായിട്ടൊക്കെ ലൂക്കോസ് 22 61 62 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ അതീ ദുഃഖത്തോടെ കരയുകയൊക്കെ ചെയ്തു. എന്ന കർത്താവിനോട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരങ്ങ് കർത്താവിനെ ക്രൂശിക്കാനായിട്ടൊക്കെ കൊണ്ടുപോയി. പിന്നെ അവിടെ ആ ക്രൂശിന്റെ ചൂട്ടിലൊക്കെ യോഹന്നാനും അമ്മയൊക്കെ നിൽക്കുന്ന രംഗമൊക്കെ നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. എന്നാൽ പത്രോസിനൊന്നും നമ്മളവിടെ കാണുന്നില്ല. പത്രോസ് ഒരുപക്ഷെ വല്ലാതെ അങ്ങ് നിരാശനായി പോയി, വല്ലാത്ത ഒരു പ്രയാസത്തിലായി. പിന്നെ പത്രോസ് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്ന ആ രംഗത്ത് ആ ഞായറാഴ്ച ദിവസം അതിരാവിലെ അവന് യോഹന്നാൻ 20 അധ്യായത്തില് നമ്മളവിടെ മഗ്ദലക്കാരത്തിൽ വന്ന് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ പത്രോസും യോഹന്നാനും ചെന്ന് നോക്കുന്നതൊക്കെ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പത്രോസിനെ ദൈവം ഉത്സാഹിപ്പിക്കാൻ വേണ്ടി കർത്താവ് പറയുന്നൊരു കാര്യം, നമ്മളിവിടെ ഒരു വിരല് യോഹന്നാൻ 20 വിരലുണ്ട്. എന്നാൽ നമ്മള് മർക്കോസ് 16 ഒന്ന് പോകുമ്പോ അവിടെ ഇവൻ മഗ്ദലക്കാരത്തി മറിയം വന്ന് പറയുമ്പോ എങ്ങനെയാ മഗ്ദലക്കാരത്തി മറിയം വന്ന് പറയുന്നത്? ശിഷ്യന്മാരോട് ഇന്ന് പറയാനല്ല അവിടെ കർത്താവ് മഗ്ദലക്കാരത്തി മറിയത്തോട് പറയും. നമ്മൾ മർക്കോസ് 16 അധ്യായത്തിൽ മർക്കോസ് പത്രോസിന് ശിഷ്യനായിരുന്നു മർക്കോസ് എന്ന് നമ്മള് മനസ്സിലാക്കി. പത്രോസിന്റെ ഫോളോവർ ആയിരുന്നു മർക്കോസ്. ആ മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ അവിടെ പറയുന്ന ഒരു വാക്യം, മർക്കോസ് 16 വാക്യം എന്താ നമ്മളിവിടെ വായിക്കുന്നേ? അവിടെ ഈ മറിയമാരോട് കർത്താവ് പറയുവാണ്. എന്താ പറയുന്നേ? 7 വാക്യത്തിൽ, നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോട് ചെന്ന് അവൻ നിങ്ങൾക്ക് മുമ്പേ ഗിരിയിലേക്ക് പോകുന്നു എന്ന് പറയുവിൻ എന്ന് അവിടെ പറഞ്ഞു നിർത്തുന്നില്ല. അങ്ങനെ പറഞ്ഞു നിർത്തിയായിരുന്നെങ്കിൽ ശിഷ്യന്മാരോട് പറയാൻ കർത്താവ് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പത്രോസ് കേട്ടിട്ട് ശിഷ്യന്മാർക്ക് വേണ്ടി ഞാൻ ശിഷ്യത്വത്തിൽ നിന്നൊക്കെ വീണുപോയി, ഞാൻ തള്ളി പറഞ്ഞവനാ, ഞാനിപ്പോ ഒരു ഡിപ്രഷനിലാണ്, ചില അന്നൊരു വല്ല സൈക്യാട്രിസ്റ്റോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി അവൻ പോയി സൈക്യാട്രിസ്റ്റിനെ കണ്ടു തന്നെ. അതുപോലെ ഞാനിപ്പോ സൈക്യാട്രി ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ അതുപോലെ ഒരു വല്ലാത്തൊരു അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ, വല്ലാത്തൊരു സ്ട്രെസ്, വല്ലാതെ ഒരു പക്ഷേ പത്രോസ് നേരവണ്ണം ഉറങ്ങി കാണത്തില്ല. അതുപോലെ വല്ലാതെ ഒരു യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതായിട്ട് വന്ന് പറയുന്ന ഒരു രംഗമാണ്. എന്നാൽ കർത്താവിനെ അവർ ക്രൂശിച്ചു. അപ്പോ പിതാവിന് മുമ്പാകെ യേശു എന്നെ തള്ളിപ്പറഞ്ഞു കാണും ഇതിനകം എന്നൊക്കെ പത്രോസ് നെടുവീർപ്പിട്ട് കരഞ്ഞു കാണും. എന്നാ ആർക്കും അവനെ വേണ്ടവണ്ണം ആശ്വസിപ്പിക്കാൻ സാധിച്ചില്ല. എന്നാ അപ്പം പുനരുദ്ധാനത്തിന്റെ ആ ഞായറാഴ്ച ദിവസം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളില് കർത്താവ് ഈ മറിയമാരോട് പറയുവാണ്. എന്താ പറയുന്നേ അവിടെ? നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പ് ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറയുവിൻ. പത്രോസിനോടും അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ പത്രോസിനൊരു വലിയ ആശ്വാസമായോ, കർത്താവ് എന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തില് എന്റെ പേര് കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ അയ്യോ കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞു കാണുമെന്ന് പത്രോസ് വിചാരിച്ചിരുന്നു. അതുകൊണ്ട് പത്രോസും യോഹന്നാനൊക്കെ ഓടിച്ചെന്ന് ആ കല്ലറക്കിൽ ചെന്ന് നോക്കുന്ന രംഗം നമ്മൾ യോഹന്നാൻ 20 അധ്യായത്തിൽ കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ചാർക്കോൾ ഫയറിന്റെ കാര്യമാണ്. നമ്മളിപ്പം പറഞ്ഞ യോഹന്നാൻ 18 ആ ചാർക്കോൾ ഫയർ അന്തറാക്കിയ എന്നുള്ള വാക്ക് കഴിഞ്ഞിട്ട് പിന്നെ ആ ചാർക്കോൾ ഫയർ നമ്മൾ കാണുന്നത് എവിടാന്ന് ചോദിച്ചാൽ, മറ്റേത് മനുഷ്യർ കൂട്ടിയ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം മനുഷ്യർ കൂട്ടിയ ഒരു ചാർക്കോൾ ഫയർ, ഒരു കനലായിരുന്നു, തീക്കനലായിരുന്നു യോഹന്നാൻ 18-18 യോഹന്നാൻ 21-9 വാക്യത്തിലേക്ക് വരുവാണെങ്കിൽ യോഹന്നാൻ 21 അധ്യായത്തിൽ അവിടെ പത്രോസിനോട് കർത്താവ് പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്തു. എങ്കിലും പത്രോസിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നിരാശയൊക്കെ വരാൻ തുടങ്ങി. കർത്താവിനെ കാണുമ്പം നിങ്ങൾക്ക് സമാധാനം എന്നൊക്കെ കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവിനെ ഊതുന്നു, അങ്ങനെയൊക്കെ നമ്മൾ യോഹന്നാൻ 20 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആ സമയത്തേക്ക് ഒരു സന്തോഷം. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ കർത്താവിനെ കാണുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ബലൂണൊക്കെ പെട്ടെന്ന് ഒരു സൂചി കുത്തുന്നതൊക്കെ ചുങ്ങി. മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ വലിയ സന്തോഷമായിരുന്നു. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ പിന്നെ ഞാൻ ഈ വീട്ടിൽ തന്നെ ആണല്ലോ, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിലാണല്ലോ, ഈ ഓഫീസിലാണല്ലോ, ഈ പ്രയാസത്തിലാണല്ലോ, ഈ കടക്കണയിലാണല്ലോ, അല്ലെങ്കിൽ ഈ രോഗാവസ്ഥയിലാണല്ലോ, അങ്ങനെയൊക്കെയുള്ള പല നിരാശ. അപ്പൊ അതുപോലെ പത്രോസിന് ഒരു നിരാശ വന്നു. പത്രോസ് പറഞ്ഞു, ഈ അപ്പോസ്തലന്റെ വിളിയൊന്നും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാനങ്ങ് മീൻ പിടിക്കാൻ പോവുക. 21 അധ്യായത്തില് ഐ ആം ഗോയിങ് ഫിഷിംഗ്, നിങ്ങളാരും വരണമെന്ന് പത്രോസ് പറഞ്ഞില്ല, ഐ ആം ഗോയിങ് ഫിഷിംഗ്. അതാ 21-3 സിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലായിട്ട് മീൻ പിടിച്ചിട്ട് വരാന്നില്ല. ഐ ആം ഗോയിങ് ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എന്റെ പ്രൊഫഷനായിട്ട് പഴയ പ്രൊഫഷനുണ്ട്, ഞാൻ വിട്ടെറിഞ്ഞിട്ട് വന്ന ഒരു വള്ളവും വലയും ഉണ്ട്, എനിക്ക് അതേ ശീലമുള്ളൂ, വലയെറിഞ്ഞ ശീലമുള്ളൂ. ഈ കർത്താവിന്റെ സുവിശേഷം പറയാനോ കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കാനോ ഒന്നും, ഈ രാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ താക്കോലൊക്കെ കർത്താവ് തന്നെന്നൊക്കെ പറയുന്നു, പക്ഷെ എന്റെ കയ്യിലൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് പാവം പിടിച്ച പത്രോസ് അങ്ങ് വള്ളവും വലയായിട്ട് ഇറങ്ങി. ബാക്കി അവരെല്ലാം കൂടി 7 പേര്
മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടിയില്ല. പകലന്തിയോളം അവര് രാത്രി മുഴുവൻ അധ്വാനിച്ച് അത് രാവിലെ ആയിട്ട് ഒന്നും കിട്ടിയില്ല. എന്തെങ്കിലും കിട്ടിയോ എന്ന് കർത്താവ് വന്ന് ചോദിക്കും, കുഞ്ഞുങ്ങളെ എന്തെങ്കിലും കിട്ടിയോ? 5-ാമത്തെ വാക്യത്തില് ഒന്നും കിട്ടിയില്ലെന്ന് അവർ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞു. കർത്താവ് ഇപ്പം പിടിച്ച് കാണിച്ചു തരാമെന്നൊന്നും പറഞ്ഞില്ല. വലതുവശത്തേക്ക് വല ഇറക്കാൻ പറഞ്ഞു, വലിയ ക്യാച്ചായി. അപ്പോ എന്താ, പത്രോസ് കർത്താവിനെ അപ്പോഴത്തേക്കും കർത്താവ് സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാൻ, ഇത് കർത്താവാകുന്നു, ഇത് സ്രാവാകുന്നു, ഇത് വലിയ നല്ല മീനാകുന്നു. മീൻപിടുത്തക്കാർക്ക് വലിയ മീൻ കിട്ടുമ്പോൾ ഇന്ന വലിയ മീനാ, ഇത് വലിയ മീനാകുന്നു, ഇത്ര കിലോയ്ക്ക് അത് വിൽക്കാന്നുള്ള കാര്യമല്ല യോഹന്നാൻ പറഞ്ഞത്. ഇത് മീൻ കിട്ടി, മീൻ ഇത്ര വലിപ്പമുണ്ട് എന്നുള്ള കാര്യമല്ല, മറിച്ച് ഇത് കർത്താവാകുന്നു. യോഹന്നാന്റെ കണ്ണ് കർത്താവിലേക്ക് പോയി. അപ്പം അത് കേട്ടപ്പോഴത്തേക്ക് 7-ാമത്തെ വാക്യം, യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞ് കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. അപ്പോൾ കർത്താവിനെ അതിനോടുള്ള ആ ബഹുമാനാർത്ഥം താൻ വള്ളവും വലയൊക്കെ ചെയ്യുമ്പം മേൽവസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ടേക്ക് വരുന്ന അത് കർത്താവിനെ കാണുമ്പോൾ മേൽവസ്ത്രമൊക്കെ എടുത്തിട്ട് അങ്കി അരയിൽ ചുറ്റി അവിടുന്ന് ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം, അപ്പം കർത്താവ് കരയിൽ നിന്ന് വിളിക്കുവാണ്. അപ്പം കരയിലേക്ക് വരാൻ വേണ്ടി വെള്ളത്തിൽ എടുത്ത് ചാടി. പത്രോസ് ഇനി വരുമ്പം അവിടെ എന്തുണ്ട്, ഒരു തീക്കനലുണ്ട്. ആ കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത്. യോഹന്നാൻ 18:18 കഴിഞ്ഞിട്ട് ഈ അന്ത്രാക്കിയ ഈ ചാർക്കോൾ ഫയർ, കർത്താവ് ഒരുക്കിയ ഒരു ചാർക്കോൾ ഫയർ, അവിടെ സ്നേഹത്തിന്റെ ഒരു തീക്കനൽ. അതാണ് നമ്മള് 9-ാമത്തെ വാക്യത്തില്, കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്ന അപ്പവും കണ്ടു എന്നുള്ളൊരു കാര്യം കാണുന്നുണ്ട്. അവിടെ കർത്താവ് അവര് പിടിച്ച മീനെ കൂടെ കൊണ്ടുവരാൻ കർത്താവ് പിന്നെ പറയുന്നുണ്ട്. എന്നാൽ അവർക്ക് വേണ്ടി ഓൾറെഡി കർത്താവ് പുനരുദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് മുമ്പായിട്ട് കർത്താവ് അവിടെ 40ഓളം ദിവസം അവർക്ക് പ്രത്യക്ഷനായി എന്നൊക്കെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അപ്പം 3-ാമത്തെ തവണ പ്രത്യക്ഷപ്പെടുന്ന സമയമാണ് ഇതെന്നൊക്കെയാണ് യോഹന്നാൻ 21:14 നമ്മൾ വായിക്കുന്നത്. ആദ്യത്തെ 2 തവണ പ്രത്യക്ഷപ്പെടുന്നത് യോഹന്നാൻ 20-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആദ്യത്തെ തവണ ശിഷ്യന്മാരോട്, അപ്പൊ തോമസ് ഇല്ലായിരുന്നു, പിന്നെ തോമസും കൂടെ ഉൾപ്പെടെ 2-ാമത്തെ പ്രാവശ്യം യോഹന്നാൻ 20:24 മുതൽ നമ്മൾ വായിക്കുന്നു. പിന്നെ 3-ാമത്തെ തവണ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ വായിച്ച ഈ പോർഷൻ. അപ്പൊ അവിടെ കർത്താവിന്റെ ഒരു സ്നേഹത്തിന് തീക്കനല്ല. അപ്പൊ ആ തീക്കനല് കണ്ടപ്പോൾ പെട്ടെന്ന് പത്രോസിനെ കത്തി, എന്താ പെട്ടെന്ന് ചില സിറ്റുവേഷൻസ്, ചില റിമൈൻഡേഴ്സ്, ചില കാര്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മളുടെ വീഴ്ചകളോ ദുരന്തങ്ങളോ, ഇപ്പം ചില അപകടങ്ങൾ നടന്ന സ്ഥലങ്ങള് ചിലർക്ക് കാണാം, പിന്നെ അതിലേക്കൂടെ പോകാന് പ്രയാസം. വെച്ചാൽ അത് ആ സ്ഥലത്തൂടെ കടന്നു പോകുമ്പം അന്ന് അപകടം കണ്ടതായിരിക്കും അവർക്ക് ഓർമ്മ വരുന്നത്. ഇപ്പൊ തന്നെ ഈ US മിലിറ്ററിയുടെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒക്കെ വർക്ക് ചെയ്തിട്ട് പിന്നീട് ഭയങ്കര PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആയിട്ട് ഉറക്കമില്ലാത്ത രാത്രികളുമായിട്ട് പലരും ഒക്കെ കൺസൾട്ടേഷൻ വരാറുണ്ട്. ഇന്നും ഇറാഖിൽ നിന്നും കഴിഞ്ഞ ദിവസം വരെ ഇറാഖിൽ വർക്ക് ചെയ്തിരുന്ന ആള് ഇപ്പൊ ഇറാനും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം കാരണം ഇറാഖിൽ നിന്ന് തിരിച്ചു വന്ന ഒരു കടമ്പനാടുകാരൻ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ കൺസൾട്ടേഷൻ വന്നു. ഉറക്കമൊന്നുമില്ല എന്ന് വെച്ചാൽ ഓർക്കുന്നതൊക്കെ പെട്ടെന്ന് ബങ്കർ കയറിയിരിക്കുന്നതും ഈ വലിയ ശബ്ദം, വലിയ റോക്കറ്റ്, മിസൈൽ, അതുപോലുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ ഈ തീക്കനല് കാണുമ്പോൾ പത്രോസിന് എന്താ ഓർമ്മ വരുന്നത്? കർത്താവ് ഒരിക്കലും തീക്കനല്ല, പക്ഷെ പത്രോസിന് അയ്യോ ഞാനൊരു തീക്കനലിന്റെ മുമ്പിൽ വെച്ച് എന്റെ കർത്താവിനെ 3 തവണ തള്ളി പറഞ്ഞു. എന്നാൽ ആ കർത്താവ് അവിടെ തന്നെ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പറഞ്ഞു. ആദ്യം ഇവര് രാത്രി മുഴുവൻ അധ്വാനിച്ചവരാണ്, വളരെ എക്സോസ്റ്റഡ് ആണ്, വളരെ ക്ഷീണിതരാണ്. അപ്പൊ അതുകൊണ്ട് കർത്താവ് അവർക്ക് വലിയൊരു ഗിരിപ്രഭാഷണമല്ല അവിടെ നടത്തുന്നത്, മറിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിന്റെ കം ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ള വചനത്തെ കൽപ്പന ഉണ്ടെന്ന് ചോദിച്ചാൽ 21:12 വാക്യത്തില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് മീൽ ഓഫ് ദ ഡേ ബ്രേക്ക്ഫാസ്റ്റ് ആണ് മെഡിക്കൽ സയൻസും പറയുന്നുണ്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പം 12-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. പ്രാതലൊക്കെ കഴിച്ച് ഒരു എമ്പക്കമൊക്കെ വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് പത്രോസിനോട് തന്റെ ചോദ്യാവലി ചോദിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഒരേ ക്വസ്റ്റ്യൻസ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാം ഒരേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പിള്ളേർ ഇതിന്റെ ടീച്ചറിനൊന്നും അറിഞ്ഞുകൂടത്തുണ്ടാണ് ഒരേ ക്വസ്റ്റ്യൻ തന്നെ 3 തവണ ചോദിച്ചേക്കുന്നത്. എന്നാൽ കർത്താവ് ആ ചോദ്യം അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് കർത്താവ് വീണ്ടും വീണ്ടും ഒരേ ചോദ്യം ചോദിക്കുക. എന്നാൽ അതിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. നീ യോഹന്നാന്റെ മകനായ ശീമോനെ, അതിന്റെ 15-ാമത്തെ വാക്യം, യോഹന്നാൻ 21:15 വാക്യത്തിൽ അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, എന്താ യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. സ്നേഹിക്കുന്നുവോ? അഗപ്പേ ലവ് ഉണ്ടോ എന്ന് കർത്താവ് വലിയ സുപ്രീം ആയിട്ടുള്ള അഗപ്പേ ലവ് ഉണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. സ്നേഹിക്കുന്നുവോ? അഗപ്പേ എന്നുള്ള ഒരു ആ വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്.
എനിക്ക് നിന്നോട് അത്ര വലിയ അകപ്പേ ലോകമൊന്നും പറയാനില്ല കർത്താവെ, ഞാൻ തള്ളിപ്പറഞ്ഞു വരാമെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം, നിൽക്കുന്നവർക്കെല്ലാം അറിയാം. യോഹന്നാനും ഇവിടെ ഉണ്ടായിരുന്നു, ആ നടുമുറ്റത്ത് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് മുമ്പാകെ തന്നെ കർത്താവ് മുമ്പേ പറഞ്ഞായിരുന്നു 3 തവണ തള്ളിപ്പറയുന്നുള്ള കാര്യം. എല്ലാവർക്കും പാട്ടായി. ഇനിയിപ്പം നാട്ടിൽ ആരും അറിഞ്ഞില്ലെന്ന് ചോദിച്ചാൽ മതി. കർത്താവെ, എല്ലാം നിനക്ക് കർത്താവെ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഫിലിയോ ലവ്, അകപ്പേ എന്നുള്ള അത്ര വലിയ സൂപ്പർലേറ്റീവ് ലവ് ഒന്നും പറയാനില്ല. ഏറ്റവും പരിഭാവനമായ ദൈവസ്നേഹത്തിന്റെ ആ സ്റ്റാൻഡേർഡ് ഒന്നും എനിക്ക് പറയാനില്ല കർത്താവെ. എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, ഒരു സ്നേഹിതൻ എന്ന വണ്ണം ഒരു പ്രിയമുണ്ട്. ഐ ലൈക്ക് യു, ഐ ലവ് യു എന്ന് പറയാൻ പോലും പറ്റുന്നില്ല കർത്താവെ. ഐ ലൈക്ക് യു, എനിക്ക് അങ്ങേ ഇഷ്ടമുണ്ട് എന്ന് വീണ്ടും കർത്താവ് വിടുന്നില്ല. പിന്നെയും ചോദ്യാവലി, ക്വസ്റ്റ്യൻ നമ്പർ 2, എന്താ 16ാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ അവരോട് യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചതിന്, കർത്താവ് എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന്, വീണ്ടും അകപ്പ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഫിലിയോ ഉണ്ടെന്ന് പറഞ്ഞു. ഇഷ്ടമുണ്ടോ, സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു, പ്രിയമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും മൂന്നാമതും ചോദിക്കുമോ നിനക്ക് നിന്നോട്. അപ്പം കർത്താവ് മൂന്നാമത്തേതില് നിനക്ക് എന്നോട് യഥാർത്ഥത്തിൽ പ്രിയമുണ്ടോ, അകപ്പയുണ്ടോ എന്ന് ആദ്യത്തെ 2 വാക്യത്തിലും ചോദിച്ചു. എന്നാൽ മൂന്നാമത്തെ വാക്യത്തില് പ്രിയമുണ്ടോ, ഫിലിയോ ഉണ്ടോ, ഫിലിയോ ലവ്, ആ ഒരു പ്രിയം, ആ ഒരു വലിയ സൂപ്പർലേറ്റീവ് ലവ് ഒന്നും ഇല്ലെങ്കിലും ആ ഒരു പ്രിയം, സ്നേഹിതരോടെന്നുള്ള ഒരു സ്നേഹമെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, നീ എല്ലാം അറിയുന്നുണ്ടല്ലോ, പ്രിയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പ്രിയം ഉണ്ടെന്ന് പോലും എനിക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റത്തില്ല കർത്താവേ. ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞവനാ. ഈ ഏത് തീക്കനലിന് മുമ്പിലാണോ 3 തവണ തള്ളിപ്പറഞ്ഞ അതേപോലെ ഒരു തീക്കനൽ കർത്താവ് തന്നെ കൂട്ടി 3 തവണ ഏറ്റുപറയാൻ അവസരം നൽകുന്ന ആ ഒരു കർത്താവിന്റെ സ്നേഹം, അതിലൂടെ ആ നുറുക്കത്തിന്റെ വഴിയിലൂടെ എല്ലാം കടന്നു വന്ന പത്രോസാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവനായിട്ട് തന്നെ അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ വലിയ ധൈര്യത്തോടെ ഒന്നും അല്ല. എന്നാൽ അവിടെ നമ്മള് അതിന്റെ 14ാമത്തെ വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 14ാമത്തെ വാക്യത്തിൽ, അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്. 11 പേരോട് നിന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ചില മാർജിൻ ഓഫ് ദ ബൈബിളിലൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാല്, ഇറ്റ് വാസ് അസ് ഇഫ് എവരിവൺ വാസ് പുഷിംഗ് ഹിം ആസ് ദ സ്പോക്സ്മാൻ. നീ തന്നെ സംസാരിക്കും പത്രോസ്, നീ തന്നെ സംസാരിക്കും. മറ്റേതാണെങ്കിൽ പത്രോസ് എടുത്തിയാടി ആര് തള്ളി പറഞ്ഞാലും ആര് വിട്ടുപോയാലും ഞാൻ വിട്ടുപോകത്തില്ല എന്നൊക്കെ വലിയ വായിലേക്ക് പറയുമായിരുന്നു, എടുത്തിയാടുമായിരുന്നു. ഇപ്പം പത്രോസ് അതുപോലെ വീണ്ടും ആ 40ഓളം ദിവസങ്ങള് കർത്താവ് പലതവണ അവർക്ക് പ്രത്യക്ഷമായി. അതിനുശേഷം പിന്നെ 10 ദിവസത്തോളം അവര് പരിശുദ്ധാത്മാവായിട്ട് കാത്തിരിക്കുമ്പോഴും പത്രോസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അവരെല്ലാം വേറൊരു മത്തിയാസ് എന്ന് പറയുന്ന ഒരു സഹോദരനെ യൂദാസിന് പകരമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതൊക്കെ, അപ്പോസ്തലനായിട്ട് തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ. ഇന്ന് പത്രോസ് മുറുകപ്പെട്ട ഒരു സ്വയത്തില് ബലഹീനനായ പത്രോസിനെ ഇവരെല്ലാരും കൂടെ പത്രോസ് സംസാരിക്കണം എന്ന് പറഞ്ഞ് പത്രോസ് എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയെക്കുറിച്ച് യോവേൽ പ്രവചനത്തിൽ നിന്നുള്ള ആ പ്രവചനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ തന്റെ പ്രിയ ശിഷ്യനായ പത്രോസ് തന്റെ പ്രിയ ഗുരുവിനെ എങ്ങനെ പരിചയപ്പെടുത്തുന്നേ, യേശു എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചു എന്ന് യഹൂദന്മാരോടെ പറയുന്നേ. അവിടെ യഹൂദന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് ഉൽപ്പത്തി മുതല് മലാഖി വരെ എല്ലാം കാണാപ്പാടുമായിട്ടുള്ള യഹൂദന്മാരാ. അപ്പം സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന്, ദാവീദിന്റെ 16-ാം സങ്കീർത്തനത്തിൽ നിന്ന് അതിന്റെ 8ാമത്തെ വാക്യം മുതൽ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന് 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. അപ്പം യേശു എങ്ങനെ ജീവിച്ച ഈ യേശുവിനെ കുറിച്ചാണ് ദാവീദ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? 25-ാമത്തെ വാക്യം അപ്പോസ്തലപ്രവൃത്തി 2:25 ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരുന്നു, അവൻ എന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ഞാൻ കുലുങ്ങി പോവുകയില്ല എന്നുള്ളൊരു കാര്യം കർത്താവിനെ പരിചയപ്പെടുത്താനായിട്ട് സുവിശേഷം ആദ്യമായിട്ട് അവിടെ യഹൂദന്മാരിലേക്ക് ചെല്ലുവാണ്. പിന്നെ സമരിയിലേക്ക് സുവിശേഷം ചെല്ലുന്നത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് തന്നെ അപ്പോസ്തലപ്രവൃത്തി 1:8 നിങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും സമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പം യെരുശലേമിൽ സാക്ഷിയാകുന്ന ഒരു കാര്യം നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ൽ വായിക്കുന്നുണ്ട്. പിന്നെ ആ യെരുശലേം യഹൂദിയ മുഴുവനും അത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം വരെ വായിക്കുന്നുണ്ട്. 2 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ യഹൂദിയയിൽ മുഴുവനും ആ ശിഷ്യന്മാരെ കർത്താവിന്റെ സാക്ഷികളായിട്ട് നിൽക്കുന്നു. പിന്നെ ശമരിയയിലേക്ക് സുവിശേഷം എത്തുന്ന കാര്യം അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പിന്നെ 10-ാം അധ്യായത്തേക്കും ലോകത്തെ അറ്റത്തോളം, അത് അവിടെ തുടക്കം എവിടുന്നാന്ന് ചോദിച്ചാൽ ജാതികളുടെ ഇടയിലേക്ക് ആദ്യമായിട്ട് അത് കൊർന്നീലിയസിന്റെ ഭവനത്തിലൂടെ പോകുന്നത്. കൊർന്നീലിയസിന്റെ ഭവനത്തിൽ നിന്നാണ് പോകുന്നത്.
കൊർന്നേലിയസിന്റെ ഭവനത്തിലേക്കും ആ താക്കോൽ തുറക്കാൻ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഏൽപ്പിച്ച പത്രോസാണ്. അപ്പോസ്തലർ 2-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും പത്രോസും യോഹന്നാനും കൂടെ ചേർന്ന്, പിന്നെ 10-ാം അധ്യായത്തിൽ പത്രോസ് കൊർന്നേലിയസിന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്ന ഒരു കാര്യം നമ്മൾ അവിടെ വായിക്കുന്നത്. അവിടെ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ജാതികളാണ്, അവർക്ക് അവർക്ക് തിരുവെട്ടുകളൊന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഏതെങ്കിലും വചനഭാഗം കോട്ട് ചെയ്തുകൊണ്ടല്ല അവൻ തുടങ്ങുന്നത്, മറിച്ച് നസ്രായനായ യേശുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോസ്തലർ 10-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തില് പ്രിയ ശിഷ്യനായ പത്രോസ് ജാതികളുടെ ഇടയിലേക്ക് ആദ്യമായിട്ട് ഈ കർത്താവിനെ പരിചയപ്പെടുത്തുമ്പോൾ അവൻ വായു തുറന്ന് സംസാരിച്ചു. 34-ാമത്തെ വാക്യം, വാ തുറക്കാതെ അവനെ സംസാരിക്കാനൊക്കെ നമ്മൾ വിചാരിക്കും. എന്നാൽ വാ തുറന്ന് സംസാരിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്ന അപ്പോസ്തലർ 10-34 ഞാൻ പറയുന്നത്. പത്രോസ് വാ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, വാ തുറന്ന് പറഞ്ഞു തുടങ്ങിയെന്ന് അവിടെ പത്രോസ് വാ തുറന്ന് പറഞ്ഞു തുടങ്ങിയതെന്ന് എന്താണെന്ന് ചോദിച്ചാൽ പത്രോസ് വാ തുറക്കാതെ പറയാനൊക്കെ നമുക്ക് തോന്നുന്നു. എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ, പത്രോസ് കൊർന്നേലിയസിന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നതിന് വരെ എങ്ങനെ ഇവരോട് എന്താ പറയേണ്ടതെന്നുള്ള കാര്യത്തിനെ കുറിച്ച് വലിയ പ്രസംഗമൊന്നും തയ്യാറാക്കി, നോട്ടുകളൊക്കെ തയ്യാറാക്കി, പോയിന്റുകളൊക്കെ 10 പോയിന്റ് എഴുതിയിട്ട് ഇന്നത് ഹൈലൈറ്റ് ചെയ്ത് പറയണം, ഇന്ന ഉദാഹരണം പറയണം, ഇന്ന കഥ പറയണമെന്നൊന്നും പ്ലാൻ ചെയ്യാനൊന്നുള്ള ഒരു നേരവോ സാവകാശമോ അങ്ങനെയുള്ള ഒരു ലീഡിംഗ് ഒന്നും ഇല്ലായിരുന്നു. പത്രോസ് അവിടെ പോകുമ്പോഴും ഈ ജാതികളുടെ ഇടയിലേക്ക് ഇന്ന് സുവിശേഷം പറഞ്ഞാല് ബാക്കിയുള്ള യഹൂദന്മാർ എങ്ങനെ ഏറ്റെടുക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള പല സംഘർഷങ്ങളും പത്രോസിന്റെ ഹൃദയത്തിലുണ്ട്. എന്നാൽ അവിടെ എല്ലാവരും വളരെ ഭവ്യതയോടെ, ബഹുമാനത്തോടെ, വചനം കേൾക്കാനുള്ള വലിയ ദാഹത്തോടെ വെയിറ്റിംഗ് ഫോർ ദം. അതാ നമ്മളവിടെ 24-ാമത്തെ വാക്യത്തിൽ പിറ്റന്നാൾ കൈസരിയിലെത്തി അവിടെ കൊർന്നേലിയസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടി വരുത്തി അവർക്കായി കാത്തിരുന്നു. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നേലിയസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. അയ്യോ, ഇത്ര വലിയ ഭവ്യതയോടെ, താഴ്മയോടെ അവരുടെ ആ ഒരു സ്വീകരണവും അവർക്ക് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദാഹവും ഒക്കെ കണ്ടപ്പോഴത്തേക്കും പത്രോസ് അങ്ങ് വാ തുറന്ന് എന്താ പറയണ്ടേ എന്നുള്ളതിനെ കുറിച്ച് വലിയ വ്യക്തമായിട്ടുള്ള വലിയ പരിശുദ്ധാത്മാവ് തനിക്ക് അട്ടറൻസ് തരും എന്നുള്ള ഒരു വിശ്വാസത്തോടെ പത്രോസ് അങ്ങ് വാ തുറന്ന് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും, അതാ 34 മുതൽ നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കർത്താവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന 38-ാമത്തെ വാക്യത്തില് അതങ്ങനെ പറഞ്ഞു വരുന്നത്. അപ്പോസ്തലർ 2:25 നമ്മൾ 10:38 വന്നതാണ്. നസ്രായനായ യേശുവിനെ നിങ്ങൾ അറിയുവോ? യു നോ ഓഫ് ജീസസ് ഓഫ് നാസറത്ത്? നസ്രായനായ യേശുവിനെ അറിയാവോ? നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. നസ്രായനായ യേശുവിനെ നിങ്ങൾ അറിയുന്നുവല്ലോ. ആ യേശുവിനെ കുറിച്ച് പത്രോസ് പിന്നെയും ക്വാളിഫൈ ചെയ്ത്, പിന്നെയും ഡിസ്ക്രൈബ് ചെയ്ത്, പിന്നെയും വിവരിച്ചുകൊണ്ട് പറയുക. അവന് നന്മ ചെയ്തുകൊണ്ട് നടന്നു, പരിശുദ്ധാത്മാവ് ശക്തിയാലും ഒക്കെ അവന് അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു, പിതാവായ ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ നന്മ ചെയ്ത് പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കി, അങ്ങനെ അവൻ ചുറ്റി സഞ്ചരിച്ച് നടന്നു എന്നുള്ളൊരു കാര്യമൊക്കെ അപ്പോസ്തലർ 10:38 പത്രോസ് അവിടെ അങ്ങനെ യേശുവിനെ പരിചയപ്പെടുത്തുന്നെങ്കിൽ ഇവിടെ പെന്തക്കോസ്ത് നാളിൽ എങ്ങനെ പരിചയപ്പെടുത്തുന്നത് ആ കാര്യത്തിലേക്ക് നമ്മൾ വരുന്നത്. അത് അവിടെ ദാവീദിന്റെ സങ്കീർത്തനത്തിൽ നിന്ന് ദാവീദിന്റെ ഒരു മെസ്സിയാനിക് മെസ്സിഹയെ കുറിച്ച് പ്രവചനാത്മാവില് ദാവീദ് പുത്രനായ മെസ്സിഹയെ കുറിച്ച് എഴുതുന്ന ഒരു കാര്യം അപ്പോസ്തലർ 2:25 എന്താ നമ്മൾ വായിച്ചേ? യേശു എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചേ? നമ്മളെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആ ഒരു സന്തോഷപൂർണതയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പോ പത്രോസിന്റെ ജീവിതത്തില് താൻ നേരിട്ട ആ ദുഃഖത്തിന്റെ താഴ്വര ഉണ്ടായിരുന്നു. എന്നാൽ അതിലൂടെ പലതരത്തിലുള്ള ഒരു നുറുക്കം, പല വീഴ്ചകള്, പല പ്രയാസങ്ങള്, നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള പല നുറുക്കങ്ങളും, ഒറ്റപ്പെടലുകളും, തെറ്റിദ്ധാരണകളും ബാക്കിയുള്ള ശിഷ്യന്മാര് തന്നെ ഒരുപക്ഷെ യേശുവിന്റെ എന്റെ ശിഷ്യന്മാരും പത്രോസിനോട് ചെന്ന് പറയണമെന്ന് സ്പെസിഫിക്കായിട്ട് പറഞ്ഞിരിക്കും. ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നിയാണ്, ഈ പത്രോസ് തന്നെയാണോ ഞങ്ങളെ ലീഡ് ചെയ്യേണ്ടത്? കർത്താവിന് വല്ല മനമാറ്റം വന്നു കാണുമോ എന്ന്. കർത്താവ് രണ്ടിടത്തെല്ലാം പത്രോസിനെ ആ ഒരു ഊന്നലൊക്കെ നൽകി അവനെ ഒന്ന് 3 തവണ ഏതൊരു തീക്കനലിന്റെ മുമ്പാകെ തള്ളിപ്പറഞ്ഞു, അതേപോലെ ഒരു തീക്കനലിന്റെ മുമ്പാകെ 3 തവണ ഏറ്റു പറയാന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, സ്നേഹിക്കുന്നു, പ്രിയമുണ്ട് എന്നൊക്കെ ഏറ്റു പറയുവാനുള്ള അവസരമൊക്കെ നൽകി അവനെ ആ ഒരു സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പൊ ആ സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുമ്പോൾ യേശു എങ്ങനെ ജീവിച്ചേ? കർത്താവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാര്, ആ 12 ശിഷ്യന്മാരിൽ 3 ശിഷ്യന്മാര് പത്രോസും യോഹന്നാനും യാക്കോബും ഏറ്റവും അടുത്ത ശിഷ്യന്മാർ. അവര് കർത്താവിനെ ഏറ്റവും അടുത്ത് കണ്ട് യോഹന്നാനൊക്കെ യേശുവിന് മറുപടി ചാരിയിരുന്ന് അതുപോലെ ആ വചനത്തെ തൊട്ടറിഞ്ഞ് എന്നൊക്കെ നമ്മൾ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ജീവന വചനത്തെ എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ജീവന്റെ വചനത്തെയൊക്കെ തൊട്ടറിഞ്ഞ ആ ഒരു കർത്താവ്, ജീവന വചനത്തെയൊക്കെ തൊട്ടറിഞ്ഞ ആ യോഹന്നാനും പത്രോസും യാക്കോബും ഒക്കെ, ആ പത്രോസ് ഇവിടെ പറയുവാണ് 25-ാമത്തെ വാക്യത്തില്,
അപ്പോസ്തലപ്രവൃത്തി 2:25 ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ യേശു എങ്ങനെ ജീവിച്ചു, യേശു പറയുവാണ് ഞാൻ കർത്താവിനെ പറയുമ്പോൾ ഞാൻ പിതാവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്ത്, പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുക, ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. അങ്ങനെ കുലുങ്ങിപ്പോകാത്ത ഒരു ജീവിതമാണ് യേശു കർത്താവ് ജീവിച്ചത്. അത് കഴിഞ്ഞിട്ട് പറയുവാണ് 28-ാമത്തെ വാക്യം, ഞാൻ അത് കഴിഞ്ഞിട്ട് 26-27, അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു, എന്റെ ജഡവും പ്രത്യാശയോട് വസിക്കും, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല എന്ന് പറഞ്ഞാല് കർത്താവ് മരിച്ചാലും പാതാളത്തിൽ തന്നെ ഇരിക്കാതെ പിന്നെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല, അവിടെ സന്തോഷപൂർണ്ണതയിലേക്ക് എന്നെ നടത്തും. യേശുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള ഒരു പ്രവചനമാവത്. എന്നാൽ ആ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള പ്രവചനം ഇന്ന് നമുക്കായിട്ട് ആ കാര്യങ്ങളെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് എടുക്കുമ്പോൾ, നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നു. ജീവന്റെ മാർഗങ്ങളെ എന്നോട് അറിയിച്ചു. പിന്നെന്താ നമ്മൾ വായിക്കുന്നേ? നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണ്ണരാക്കും, അല്ലെങ്കിൽ നിന്റെ സന്നിധി, യു വിൽ മേക്ക് മീ ഫുൾ ഓഫ് ഗ്ലാഡ്നെസ് വിത്ത് യുവർ പ്രസൻസ് എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നു. നിന്റെ സന്നിധി, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മള് ശരിക്കും അവിടെ സങ്കീർത്തനം 16:11 ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. 16:11 നമ്മൾ വായിക്കുന്നത് നിന്റെ സന്നിധിയിൽ സന്തോഷപൂർണ്ണതയുണ്ട് എന്നുള്ളൊരു കാര്യം വായിക്കുന്നത്. എന്നാൽ പത്രോസ് ഇവിടെ എഴുതുമ്പോൾ നിന്റെ സന്നിധി എന്നെ സന്തോഷപൂർണ്ണനാക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ട് പത്രോസ് ഇങ്ങനെ അത്ര മുക്കുവനൊക്കെയാണ്, അത്ര വലിയ പഠിപ്പും ഓർമ്മയൊന്നും അത്ര കാണത്തില്ല. അപ്പം ഇങ്ങനെ അവിടെ സന്തോഷപൂർണ്ണതയുണ്ട് എക്സാക്ട്ലി അല്ല ഇവിടെ അതേപോലെ അങ്ങ് കോട്ട് ചെയ്തേക്കുമല്ലോ, ഉദ്ധരിച്ചേക്കുമല്ല, മറിച്ച് കുറച്ചൊരു വ്യത്യാസമായിട്ടാണ്. പക്ഷെ എന്നാ ദൈവം എന്റെ കണ്ണുകളെ തുറന്നിട്ട് എനിക്ക് മനസ്സിലായ കാര്യം പറഞ്ഞാൽ അത് സന്നിധിയിൽ സന്തോഷപൂർണ്ണതയുണ്ടെന്ന് ദാവീദ് പ്രവചനാത്മാവിൽ അവിടെ എഴുതി. എന്നാൽ ആ സന്തോഷപൂർണ്ണത അനുഭവിച്ചുകൊണ്ടാണ് ആ പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ ഫലം എന്താ? സ്നേഹം, സന്തോഷം, സമാധാനം. ആ സന്തോഷത്തിന്റെ നിറവ് അനുഭവിച്ചുകൊണ്ട്, സന്തോഷത്തിന്റെ ഒരു ആനന്ദ നദി അവന്റെ ഉള്ളിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞുകൊണ്ടാണ് അവന് എഴുതുന്നത്. എന്താ അവൻ അവിടെ പറയുന്നത്, പ്രസംഗിക്കുന്നത്. അപ്പോ ആ വചനം അനുഭവിച്ചതിനായിട്ട്, അതായത് ഇപ്പൊ ഒരു കൊച്ചു പറയുവാണ്, അച്ഛൻ പപ്പയുടെ പ്രസൻസിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്ന്. അത് ആ സന്തോഷം അനുഭവിച്ച കുഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ പറയും, പപ്പ എന്നെ അങ്ങ് ഹി വിൽ മേക്ക് മീ ഗ്ലാഡ് വിത്ത് ഹിസ് പ്രസൻസ്. പപ്പ എന്നെ അങ്ങ് വളരെ സന്തോഷിപ്പിച്ചു പപ്പയുടെ സാന്നിധ്യം കൊണ്ട് എന്ന്. അത് അനുഭവത്തിൽ നിന്ന് പറയുന്നതായിട്ട് പത്രോസ് ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 2:28 നമ്മൾ അതാ വായിക്കുന്നത്. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണ്ണനാക്കും. കർത്താവിന്റെ സാന്നിധ്യം നമ്മളെ സന്തോഷപൂർണ്ണനാക്കും. ആ സന്നിധിയിൽ എന്നുള്ള വാക്ക് അതും കൂടെ പറഞ്ഞാൽ അങ്ങ് ക്ലോസ് ചെയ്യാം. ആ സന്നിധി എന്നുള്ള പ്രോസപ്പോൺ എന്ന് പറഞ്ഞൊരു വാക്ക ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ പ്രോസപ്പോൺ എന്ന് പറഞ്ഞ വാക്കിന് യഥാർത്ഥത്തിലുള്ള അതിന്റെ ശരിക്കുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ മുഖം എന്നാണ്. അതായത് നമ്മളവിടെ യേശുവിന്റെ സന്നിധിയെ ആനന്ദപൂർണ്ണനാക്കുമെന്ന് നമ്മള് ഇപ്പൊ യേശു പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. പിതാവിന്റെ സന്നിധി ആനന്ദപൂർണ്ണനാക്കുമെന്ന് പറഞ്ഞ ആ സങ്കീർത്തനത്തിന്റെ ഭാഗമായെന്ന് നമ്മളത് ഏറ്റെടുക്കുമ്പോൾ യേശുവിന്റെ സന്നിധി അല്ലെങ്കിൽ പിതാവിന്റെ സന്നിധിയിൽ സന്തോഷപൂർണ്ണതയുണ്ട് എന്ന് പറയുമ്പോൾ അതിങ്ങനെയും കൂടി പരിഭാഷപ്പെടുത്താം. യു വിൽ മേക്ക് മീ ഫുൾ ഓഫ് ഗ്ലാഡ്നെസ് വിത്ത് യുവർ ഫേസ്. പ്രോസപ്പോ എന്നുള്ള വാക്ക് അത് KJV-യില് 55 തവണ പ്രോസപ്പോ എന്നുള്ള വാക്ക് ഫേസ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. 3 തവണ കൗണ്ടനൻസ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. കൗണ്ടനൻസ് എന്ന് പറയുന്നത് ഫേസ് എന്നാണ്. എന്നാൽ പ്രസൻസ് എന്നുള്ള ഒരർത്ഥം അതിനുണ്ട്. സന്നിധി എന്നുള്ളൊരു അർത്ഥമുണ്ട്. 7 തവണ പ്രസൻസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ ആ ലിറ്ററൽ മീനിങ് ഇപ്പം മെഡിക്കൽ സയൻസ് ഒക്കെ അറിയാവുന്നവർക്ക് പ്രോസോപഗ്നോസിയ എന്ന് പറഞ്ഞൊരു വാക്കൊക്കെ പരിചയമാണ്. പ്രോസോപഗ്നോസിയ എന്ന് പറഞ്ഞാൽ എന്താ? മുഖം തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാ. ചില ഡിമെൻഷ്യയൊക്കെ വരുമ്പോൾ ചിലർക്ക് മുഖം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുമ്പോഴേ പ്രോസോപഗ്നോസിയ. ഗ്നോസിസ് എന്ന് പറഞ്ഞാൽ അറിയുന്നത്, എഗ്നോസിയ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, പ്രോസോപഗ്നോസിയ എന്ന് പറഞ്ഞാൽ മുഖം അറിയത്തില്ല. അപ്പം പ്രോസോപോ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് മുഖം എന്നാണ് അതിന്റെ ശരിക്കുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ ആ വാക്കാണ് അവിടെ ഗ്രീക്കിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ പക്ഷെ പഴയ നിയമത്തിലെ സങ്കീർത്തനം എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. അവിടെ എന്താ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെ സമയമായല്ലോ, ഞാൻ ഇന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദവും പനീം എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം, എബ്രായ പദം അവിടെ ഉപയോഗിച്ചിരുന്നത്. പനീം, നമ്മുടെ പനീർ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പനീം എന്നുള്ള വാക്കും യഥാർത്ഥത്തിൽ ഫേസ് എന്നാണ് അതിന്റെ ആക്ഷരികമായ മീനിങ്. അവിടുത്തെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് യേശുവിന്റെ സന്നിധിയിൽ ആനന്ദ പരിപൂർണതയുണ്ടെന്ന് പറയുമ്പോൾ യേശുവിന്റെ മുഖത്ത് സന്തോഷപൂർണതയുണ്ട്. യേശുവിന്റെ മുഖം എന്നെ സന്തോഷപൂർണനാക്കും, കർത്താവിന്റെ പൊന്മുഖം എന്നെ സന്തോഷപൂർണനാക്കും എന്നുള്ളൊരു കാര്യം കൂടെ അത് അവിടെ യഥാർത്ഥത്തിലുള്ള അതിന്റെ ഒരു ആഴത്തിലുള്ള ഒരു അർത്ഥം. ആ പനി എന്നുള്ള വാക്ക് 390 തവണ എബ്രാഹിം ഭാഷയിൽ ഫേസ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. 30 തവണ കൗണ്ടനൻസ്, അതും ഫേസിനെ, മുഖത്തെ കുറിക്കുന്ന ഒരു വാക്ക് കൗണ്ടനൻസ് എന്ന് പറഞ്ഞാല്. എന്നാൽ 76 തവണ പ്രസൻസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. 24:6 നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താണെന്ന് ദൈവം കയ്യിനോട് ചോദിക്കുമ്പോഴും
ആ പനി എന്നുള്ള വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് കർത്താവിന്റെ മുഖം നമ്മുടെ ജീവിതത്തിലെ പത്രോസിനെ പോലെ പലതരത്തിലുള്ള ദുഃഖങ്ങളോ വീഴ്ചകളോ രോഗാവസ്ഥകളോ സാമ്പത്തിക ഞെരുക്കങ്ങളോ ചില തെറ്റിദ്ധാരണകളോ ചില വ്യക്തിബന്ധങ്ങളിലുള്ള ചിലപ്പം ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ചില ഉലച്ചിലുകൾ, മക്കളോടുള്ള ബന്ധത്തില്, അല്ലെങ്കിൽ നമ്മളുടെ ഭാവിയെക്കുറിച്ചുള്ള ചില ആകുല ചിന്തകള്, നമ്മുടെ തൊഴിൽ ജീവിതത്തില്, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലെ കുറിച്ചുള്ള ചില സ്ട്രെസ് കാര്യങ്ങളൊക്കെ നമ്മളെ വല്ലാതെ ഒരു ഞെരുക്കുന്ന പത്രോസ് അതുപോലൊരു ഞെരുങ്ങി അവനങ്ങ് നുറുങ്ങി ആ ഒരു പ്ലീസസ് യുനോ ഗ്രീക്കില് ട്രിബുലേഷൻ എന്നുള്ള വാക്ക് പ്ലീസസ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. ആ പ്ലീസസിന്റെ വേർബൽ ഫോം എന്താണെന്ന് വെച്ചാൽ ത്ലീബോ. അപ്പൊ ആ ക്ലിപ്സിസ് എന്നുള്ള വാക്ക് പ്രഷർ, ഒപ്രഷൻ, അഫ്ലിക്ഷൻ എന്നുള്ള വാക്ക്, ട്രിബുലേഷൻ എന്നുള്ളൊരു അർത്ഥം. ലോകത്തെങ്കിൽ കഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ ക്ലിപ്സിസ് ഉണ്ടെന്ന് അവിടെ യോഹന്നാൻ 16:33 പറയുന്നത്. എന്നാൽ ആ ത്ലീബോ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു മീനിങ് ഉണ്ട്. ത്ലീബോ എന്ന് പറഞ്ഞാൽ വേർബൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ ടു പ്രസ് as grapes are pressed. ഈ മുന്തിരിച്ചാറ് വേണമെങ്കിൽ മുന്തിരി പ്രസ് ചെയ്താലേ മുന്തിരിച്ചാറ് വരത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ത്ലീബോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പത്രോസ് അതുപോലെ ഒരു ത്ലീബോയിലൂടെ, ഒരു ഞെരുക്കത്തിലൂടെ, നമ്മൾ പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നമ്മുടെ ആ സ്വന്തം ജീവൻ, നമ്മുടെ സ്വന്തം ഇഷ്ടം, ഞാൻ നമ്മുടെ ഒരു ഭാവം, അതൊക്കെ ദൈവം അങ്ങ് ഉടച്ചു കൊണ്ടുവന്ന് കർത്താവേ ഞാനൊരു നിസ്സഹായനാണ്, അങ്ങേ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. യോഹന്നാൻ 15:5 കർത്താവ് പറഞ്ഞ കാര്യമൊക്കെ പത്രോസ് കേട്ടു. എന്ന പത്രോസിന് തന്റെ ജീവിതത്തിന്റെ പച്ചയായ അനുഭവങ്ങളിലൂടെ, വീഴ്ചകളിലൂടെ എല്ലാം ആ നുറുക്കത്തിലൂടെ പത്രോസിന് മനസ്സിലായി, കർത്താവേ ശരിക്കും അത് തിയറിയല്ല, എനിക്കത് അങ്ങ് പറഞ്ഞത് കേട്ടതുകൊണ്ട് മാത്രമല്ല എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ കർത്താവേ അങ്ങേ പിരിഞ്ഞ് എനിക്കൊന്നും യഥാർത്ഥത്തിൽ ചെയ്യാൻ പറ്റത്തില്ല കർത്താവേ, യഥാർത്ഥത്തിൽ നിസ്സഹായനാണ്. ആ നുറുക്കത്തില് പരിശുദ്ധാത്മാവിന്റെ നിറവ് അവനിൽ വന്ന് നിറഞ്ഞപ്പോ, പരിശുദ്ധാത്മാവിന്റെ നിറവ് യേശുവിന്റെ മുഖത്തെ, യേശുവിന്റെ സാന്നിധ്യത്തെ, യേശുവിന്റെ മുഖത്തെ നമുക്ക് കാണിച്ചു തരുന്ന, ആ യേശുവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ സന്തോഷപൂർണ്ണതയുണ്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കുവിൻ എന്നാണ് നമ്മുടെ Ebrയർ 12:2 നമ്മൾ വായിക്കുന്നത്. നമുക്കായിട്ട് മുറിവേറ്റതായിട്ടുള്ള ആ പൊന്മുഖം, ആ പൊന്മുഖം മുത്തുവാനുള്ള ഒരു കാലം ആസന്നമായിരിക്കുന്നു. കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് ശരിക്കും കർത്താവിന് അക്ഷരികളുടെ മുഖം എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. പല ഫോട്ടോയിലും പല ചിത്രകാരന്മാരും പല രീതിയിലൊക്കെ വരയ്ക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാവിനെ നിറയപ്പെടുമ്പം, നമ്മളിതിനെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ആ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുമ്പം, പരിശുദ്ധാത്മാവ് യേശുവിന്റെ ഒരു തേജസ് നമ്മുടെ ഹൃദയത്തിൽ കാണിച്ചു തരാം. മൂടുപടം നീങ്ങിയ മുഖത്ത് യേശുവിന്റെ തേജസ് കണ്ട് പ്രതിബിംബിക്കുന്നതിനെ കുറിച്ച് 2 Corinthians 3:18 വായിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്നേഹം നമ്മളിലൊന്ന് നിറയുമ്പോൾ കർത്താവിന്റെ ഒരു മുഖതേജസ് എന്ന് പറയുന്നത് നിർമ്മല ഹൃദയമുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8 ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞത്. അപ്പം ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് നിറയുമ്പോൾ യേശുവിന്റെ ആ തേജസ്സിനെ കാണാൻ, കർത്താവിന്റെ ആ സൗമ്യതയും താഴ്മയും കാർക്കശ്യവും, കർത്താവിന്റെ ആ ഒരു സ്വഭാവം, ദിവ്യ സ്വഭാവം, അത് വചനമാകുന്ന കണ്ണാടിയില് കണ്ട് പ്രതിബിംബിക്കുന്ന കാര്യമാണ് നമ്മളവിടെ 2 Corinthians 3:18 വായിക്കുന്നത്. വചനമാകുന്ന കണ്ണാടിയില് നമ്മുടെ ആത്മാവില് വചനമാകുന്ന കണ്ണാടിയിൽ യേശുവിന്റെ ആ തേജസ്സിനെ കാണാനും, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും എപ്പോഴാണ് നമുക്ക് സന്തോഷപൂർണ്ണതയോടെ നിൽക്കാൻ പറ്റും? നമ്മുടെ വികാരങ്ങളിലേക്ക്, ഫീലിങ്സിലേക്ക് നോക്കിയാൽ നമ്മൾ കുറച്ച് ഡിസ്കറേജ്ഡ് ആയിട്ടിരിക്കും, നമ്മൾ നിരാശപ്പെട്ടു പോകും, നമുക്ക് പ്രയാസവും പരാതിയും വെറുപ്പും ദേഷ്യവും പല അസ്വാരസ്യങ്ങളും കയ്പും നീരസവും ഒക്കെയാണ്. എന്നാൽ നമ്മളുടെ വികാരങ്ങളിലേക്കോ നമ്മുടെ സാഹചര്യങ്ങളിലോട്ടോ ഒന്നും നോക്കാതെ നമ്മൾ കർത്താവിലേക്ക് അങ്ങ് നോക്കുമ്പം, വിശ്വാസത്തോടെ യേശുവിന്റെ തിരുമുഖത്തേക്ക് നോക്കുമ്പം അവിടുത്തെ മുഖം എന്നെ സന്തോഷപൂർണ്ണനാക്കും, ജീവമാർഗങ്ങൾ എന്നെ അറിയിച്ചു തരും. അവിടുത്തെ മുഖം, അവിടുത്തെ സന്നിധിയിൽ അല്ലെങ്കിൽ അവിടുത്തെ മുഖം എന്നെ സന്തോഷപൂർണ്ണനാക്കും. ജീവമാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇടുപ്പ് ഞെരുക്കമുള്ള ആ ഒരു ജീവന്റെ മാർഗം, നമ്മളെ ക്രൂശിന്റെ വഴി, ഞാൻ ചെറുതാകുന്ന ആ വഴിയിൽ, എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന ആ വഴിയിൽ പരിശുദ്ധാത്മാവ് എന്നെ നിറച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പരിപൂർണതയുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ന് പറയുമ്പോൾ യേശുവിന്റെ മുഖത്ത് ആനന്ദത്തിന്റെ പരിപൂർണതയുണ്ട്. അവിടുത്തെ വലതുഭാഗത്ത് നിത്യപ്രമോദങ്ങൾ ഉണ്ടെന്ന 16-ാം സങ്കീർത്തനത്തിന് 11-ാമത്തെ ഭാഗത്തിൽ അവിടുത്തെ യേശുവിന്റെ വലതുഭാഗത്ത് ആരായിരിക്കുന്നത്? കർത്താവിന്റെ കാന്തയായിട്ട്, ആ സന്തോഷപൂർണരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനൊക്കെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇതാണ് തന്റെ ആത്മാവിനാലും സന്തോഷത്താലും സ്നേഹത്താലും സമാധാനത്താലും ഒക്കെ നമ്മളെ നിറച്ച് അവിടുത്തെ മുഖപ്രകാശത്തിൽ സന്തോഷത്തോടെ എപ്പോഴും ആയിരിക്കാൻ, നമ്മുടെ സാഹചര്യങ്ങളിലേക്കോ തന്നെ നോക്കി നിരാശപ്പെടാതെ, ഏത് സാഹചര്യത്തിലായാലും, എന്തെല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചാലും യേശുവെ ഞാൻ അങ്ങിലേക്ക് നോക്കുന്നു, അവന്റെ മുഖത്തേക്ക് നോക്കിയവരാരും രചിച്ചു പോയില്ല, അവരുടെ മുഖം പ്രകാശിതമായി എന്നാണ് സങ്കീർത്തനം 34:5 നമ്മൾ വായിക്കുന്നത്. ആ കർത്താവിന്റെ മുഖത്തേക്ക് തന്നെ നമുക്ക് ഉറ്റുനോക്കാം. അവിടുത്തെ ആത്മാവ് നമ്മളെ അധികമായിട്ട് നിറച്ച് അവിടുത്തെ സന്തോഷപൂർണ്ണതയാൽ കർത്താവ് നമ്മളെ കൂടുതൽ
വിശ്വാസത്തിലും കർത്താവിനുള്ള ആഴത്തിലുള്ള സ്നേഹത്തിലും ഒക്കെ അധികം വളർത്തുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം വളരെ പ്രസിദ്ധമായ അധ്യായമാണ്. പത്രോസിന്റെ പ്രസംഗം കർത്താവിന്റെ സഭയുടെ, ക്രിസ്തുവിന്റെ സഭയുടേതായ ഉദ്ഘാടന ദിവസത്തിൽ പത്രോസ് ശ്ലീഹ പ്രസംഗിച്ചതായ പ്രസംഗത്തിലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ചിന്തിക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടതാണ്, രൂപാന്തരപ്പെടുത്തേണ്ടതാണ്. ജീവിത ശൈലി, ആരാധന ശൈലി, ഇതെല്ലാം കെട്ടുപിടി ചെയ്യുവാൻ ഉപോത്ബലമാകുന്ന അധ്യായമാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. അവിടെ പത്രോസിന്റെ 2-ാം അധ്യായത്തിലെ ആ പ്രസംഗത്തിലെ ഒരു വേദഭാഗമാണല്ലോ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത്, നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കുമെന്ന ദാവീദിന്റെ 16-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ താൻ അവസാനമായിട്ട് പറഞ്ഞ കാര്യം, പത്രോസിന്റെ ജീവിതത്തിന്റെ തീക്കനലിന്റെ അനുഭവങ്ങളിലൂടെ താൻ കടന്നു പോകേണ്ടതായ സാഹചര്യം ഉണ്ടായി. ഒരു തീക്കനൽ, താൻ കർത്താവിനെ തള്ളിപ്പറയുന്ന തീക്കനലിന്റെ ദൃക്സാക്ഷിയായിട്ട് താനായിരിക്കുന്നുവെങ്കിൽ, മറ്റൊരു തീക്കനൽ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ തീക്കനലിൽ മീനും ചുട്ട് അപ്പവും ഉണ്ടാക്കി പ്രാതലൊരുക്കിയതായ കർത്താവിന്റെ ആ സാന്നിധ്യം, ആ 2 അധ്യായങ്ങളുടെ ആ അനുഭവത്തെക്കുറിച്ച് താനെ ഓർമ്മിപ്പിച്ചതിന് ശേഷം നമ്മോടുള്ളതായ ദൂതിന്റെ സംഗ്രഹമായിട്ട് താൻ ഓർമ്മിപ്പിച്ചത് ക്രിസ്തുവിന്റെ സന്നിധിയിൽ, പിതാവിന്റെ സന്നിധിയിൽ, പിതാവിന്റെ മുഖത്തുള്ളതായ ആ പരിപൂർണമായ സന്തോഷം. ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഞെരുക്കങ്ങളും കഷ്ടങ്ങളും, ത്രിപ്സിന്റെ അനുഭവങ്ങളുണ്ട്, കഷ്ടതയുടെ ഞെരുക്കമുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും ആത്യന്തികമായിട്ട് നമ്മുടെ ജീവിതം കർത്താവിന്റെ മുഖശോഭ കണ്ടുകൊണ്ട്, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞ കാര്യം കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചല്ലോ, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും, കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നതായ അനുഭവം, ക്രൈസ്റ്റ് ലൈക്ക്നെസ്, ആ ഗ്ലോറിഫിക്കേഷനുള്ളതായ ഒരു അനുഭവം, കർത്താവിന്റെ മുഖം കാണുന്ന സന്നിധിയേക്കാൾ ആ മുഖശോഭ, മുഖത്തെ കുറിച്ചുള്ളതായ ആ വാക്യങ്ങളുടെ വ്യാഖ്യാനങ്ങൾ കർത്താവിന്റെ ദാസൻ നൽകിയല്ലോ. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് ഏത് പ്രയാസത്തിലും പ്രതികൂലങ്ങളിലും ആ തീക്കനലിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും, നമ്മളെ ഞെരുക്കുന്ന അനുഭവത്തിലൂടെ ഉണ്ടെങ്കിലും നമ്മുടെ ആത്യന്തികമായ സന്തോഷം അവന്റെ മുഖം കണ്ടുകൊണ്ട്, കർത്താവിന്റെ മുഖശോഭ കണ്ടുകൊണ്ട്, മുഖത്തെ നോക്കിക്കൊണ്ട് ജീവിച്ചാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കാൻ പോകുന്നതായ ആ നിത്യ തേജസ് ശ്രേഷ്ഠകരമായിരിക്കും. നല്ല ചിന്തകൾ സമ്മാനിക്കുവാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് സഹായിച്ചല്ലോ. തുടർന്നും കർത്താവ് ദൈവവചന ചിന്തകൾക്കായിട്ട് ഒരുക്കട്ടെ, അനേകർക്കത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രിയപ്പെട്ട പി തോമസ് സാറ് അമേരിക്കയിൽ നിന്ന് ഇന്നും നമ്മോടുകൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ തോമസ് സാറ് അവസാനമായി പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞാൽ. മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, ഇന്ന് ഈ സായാഹ്ന സമയത്തും കർത്താവെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, കർത്താവെ അവിടുത്തെ സന്നിധിയിലിരുന്ന് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും പക്ഷപാതം ചെയ്യുവാനും ഒക്കെയും കർത്താവെ കൃപ ചെയ്തല്ലോ. നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ PPF-ന്റെ പ്രവർത്തനത്തെ ഇത്രത്തോളം കർത്താവെ അനുഗ്രഹിച്ചു. വർഷങ്ങളായിട്ട് കർത്താവെ പ്രവർത്തനം മൂലം അനേകർ കർത്താവിലേക്ക് കടന്നു വരുവാൻ, രക്ഷാനിർണയം പ്രാപിപ്പാനൊക്കെ കർത്താവെ അനേക കർത്താവെ ഉദ്യോഗസ്ഥർക്ക്, ബിസിനസ്സുകാർക്കൊക്കെ കർത്താവെ ഇടയാക്കിയല്ലോ. നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി ഈ പ്രവർത്തനത്തെ കർത്താവെ ഇത്രത്തോളം കർത്താവെ നിലനിർത്തിയ സ്തോത്രം. പ്രത്യേകാൽ ഇന്ന് കർത്താവെ സായന സമയത്ത് ഡോക്ടർ സന്ദീപിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതായ മാറ്റമില്ലാത്ത ദൈവിക ആലോചനകളെ ഓർത്ത കർത്താവെ ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിലെ ആഴങ്ങളെ കർത്താവെ നിന്റെ ദാസന് അത് ഗ്രഹിപ്പിക്കുവാൻ തക്കവണ്ണം വചനത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ജീവന്റെ മാർഗങ്ങളെ നീ എന്നെ ഉപദേശിക്കും, നീ എന്നെ സന്തോഷപൂർണനാക്കും എന്നുള്ളതായ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആഴമേറിയ ദൈവിക സത്യങ്ങളെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസനെ ഒരുക്കിയതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ആ വചനം കേട്ടതായ ദൈവമക്കളുടെ ജീവിതത്തിൽ അവർക്ക് കർത്താവെ അവരുടെ ഹൃദയങ്ങളെ ഒന്നുകൂടെ ഉത്തേജിപ്പിക്കുവാൻ
ഒന്നുകൂടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ആ കർത്താവേ, അന്ത്യമാട് ദാസൻ പറഞ്ഞതുപോലെ ആ കർത്താവിന്റെ മുഖശോഭ, മുഖപ്രസാദത്തിന്റെ ആ അനുഭവത്തിൽ ഞങ്ങൾ ഓരോ ദിവസവും ജീവിപ്പാൻ കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ദാസനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. തന്റെ ജീവിതത്തിലുള്ളതായ പ്രൊഫഷനോടൊപ്പം കർത്താവിന്റെ വേലയിലും വളരെ പ്രവർത്തിപ്പാനൊക്കെ ഇടയാകുന്നുണ്ടല്ലോ. അതവരുടെ കുടുംബമായിട്ട് അവർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. ഇനിയും കർത്താവിന്റെ വേലയ്ക്കായിട്ട് വീണ്ടും ഉപയോഗിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാലി കർത്താവെ പ്രവർത്തനത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതായ പ്രിയങ്കുര്യ സാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ കൊടുത്തിരിക്കുന്ന വലിയ ദർശനത്തിനായി കർത്താവെ ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. അനേകർക്ക് അനുഗ്രഹമായി വരുന്ന ദിവസങ്ങളിലും കർത്താവെ അവിടുന്ന് പ്രിയപ്പെട്ടവനെ ഉപയോഗിക്കുകയും അനേകരെ കർത്താവിലേക്ക് കർത്താവെ കൊണ്ടുവരുന്നതിന് മുഖാന്തരമായി തീരുവാൻ കർത്താവെ അർപ്പിച്ചുവെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് സൈന സമയത്ത് ഈ കൂട്ടായ്മയെ സംബന്ധിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. പ്രാരംഭം മുതൽ അവിടുത്തെ വലിയ സാന്നിധ്യം ബോധം ഞങ്ങളെ ഇരുത്തിയതിനാൽ നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഒരു സന്തോഷ പരിപൂർണതയിൽ കർത്താവെ വീണ്ടും ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് കൃപ നൽകിയതിനാൽ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനാൽ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അതിവിനയമായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയപിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിത്യമായ കൂട്ടായ്മയും കാവലും പരിപാലനം നാം എല്ലാവരോടും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിന്റെ രണ്ടാം വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വരെയാണ്. ആമേൻ, ആമേൻ. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് അനുഗ്രഹീതമായ നിലയിൽ വരുന്ന ശുശ്രൂഷ പ്രിയപ്പെട്ട ഡോക്ടർ സന്ദീപിനോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയാൽ നമുക്ക് ഈ വരുന്ന ദിവസങ്ങളായിരിക്കാം